എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രുക്കിനെ വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കുമെതിരെ ആഞ്ഞടിച്ച് നരേന്ദ്രമോദി. കേരളത്തിലെ കോൺഗ്രസുകാർ സൗരോർജ്ജത്തെ പോലും തട്ടിപ്പിന്റെ മാർഗമാക്കിയെന്ന് മോദി. സൊമാലിയയോട് തുല്യപ്പെടുത്തിയതിൽ വൻ വിവാദം. കേരളത്തോട് മോദി മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ അവഹേളിച്ചുവെന്ന് കാരാട്ട്. പാമോലിൻ കേസിൽ വിചാരണ തുടരാമെന്ന് സുപ്രീം കോടതി. ആരെയും ഈ ഘട്ടത്തിൽ കുറ്റവിമുക്തരാക്കില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന് സംസ്ഥാന സർക്കാരിന് വിമർശനം. സോളാർ കേസിൽ സരിത തെളിവ് കൈമാറി. ഉമ്മൻചാണ്ടി പല അഴിമതിക്കും തന്നെ ഉപയോഗിച്ചുവെന്ന് സരിത. ജിഷ കൊലക്കേസിൽ തെളിവ് ശേഖരണം പൊളിഞ്ഞതോടെ പോലീസ് വെട്ടിൽ. 5 പേർ കൂടി കസ്റ്റഡിയിൽ. പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് മേനകാ ഗാന്ധി. നരാധമന്മാരെ സർക്കാർ സഹായിക്കുന്നുവെന്ന് VS. വീഴ്ച പറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് സാജു പോൾ. ഉത്തരാഖണ്ഡിൽ ഹരീഷ് റാവത്ത് സർക്കാർ വിശ്വാസ വോട്ട് നേടിയെന്ന് സുപ്രീം കോടതി. റാവത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരികെ വരാം. രാഷ്ട്രപതി ഭരണം കേന്ദ്രം പിൻവലിച്ചു. ജനാധിപത്യ ഹത്യ നടക്കില്ല എന്ന് മോദി പഠിച്ചതായി രാഹുൽ ഗാന്ധി. നികുതി വെട്ടിപ്പ് കേസിൽ അമിതാഭ് ബച്ചനെതിരെ അന്വേഷണത്തിന് സുപ്രീം കോടതി അനുമതി. ഫോൺ വിളി മുറിയലിന് ഉപഭോക്താക്കൾക്ക് കമ്പനി നഷ്ടപരിഹാരം നൽകേണ്ട എന്ന് സുപ്രീം കോടതി. ട്രായ് ഉത്തരവ് റദ്ദാക്കി. നരേന്ദ്രമോദിയുടെ സൊമാലിയ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ രൂക്ഷമായ പ്രത്യാക്രമണവുമായി പ്രധാനമന്ത്രി രംഗത്ത്. തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് ഇടത് വലത് മുന്നണികളെ മോദി ശക്തമായ ഭാഷയിൽ കുറ്റപ്പെടുത്തിയത്. കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചിടത്തൊക്കെ പട്ടിണിയും അക്രമവുമാണെന്ന് പറഞ്ഞ മോദി കോൺഗ്രസ് ഭരിച്ചിടത്തൊക്കെ അഴിമതി കൊടികുത്തി വാഴുകയാണെന്ന് ആരോപിച്ചു. जहां कांग्रेस कम्युनिस्टों की सरकारें होती हैं वहां किसानों को ट्रैक्टर का उपयोग करने से मना कर दिया जाता है। जहां कम्युनिस्टों की सरकारें होती हैं जहां कोई विकास के बात को गरीबों के खिलाफ माना जाता है और गरीबों को गरीब रहने के लिए मजबूर किया जाता है, ये उनकी नीतियों के कारण ये देश मुसीबतों में फंसा हुआ है। इतना ही नहीं, दिल्ली में जो कांग्रेस वाले बैठे हैं वो तो कोयले में चोरी करते थे। कोयला खदानों में होता है, वहां अंधेरा होता है, अंधेरे में चोरी करते थे। लेकिन ये केरल के तो ऐसे नेता हैं कि चमकते सूरज में से चोरी करना चाहते हैं, सोलार में से चोरी करते थे। പ്രധാനമന്ത്രിയുടെ സൊമാലിയ പരാമർശ വിവാദം കൊഴുക്കുന്നു. പ്രധാനമന്ത്രി തെറ്റുതിരുത്തി കേരളീയരോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. പരാമർശം കേരളത്തെ അപമാനിക്കൽ ആണെന്നായിരുന്നു CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചത്. അതേസമയം മുഖ്യമന്ത്രി വസ്തുതകൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്ന് BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേരളത്തെ സൊമാലിയോട് ഉപമിച്ച പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കേരളം സൊമാലിയാണെങ്കിൽ ഇന്ത്യയും സൊമാലിയല്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. പ്രധാനമന്ത്രി തെറ്റിദ്ധരുത്തി കേരളീയരോട് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. Speech Mr. Modi made was insulting to the people of Kerala, insulting to the whole history of the development of Kerala. He is a person who's obviously not had an elementary understanding of the social gains and advances made in Kerala. അതേസമയം മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്ന് പറഞ്ഞ BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. വസ്തുതകൾ വ്യക്തമായി സത്യം വെട്ടിത്തുറന്ന് പറയുന്നവർ അവർ നാട് നന്നാകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ ചർച്ചയിൽ ശ്രീ JR പത്മകുമാർ BJP വക്താവ്, ശ്രീ A റഹീം CPIM നേതാവ്, ശ്രീ NP ചെക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസ് നേതാവ് എന്നിവർ പങ്കെടുക്കും. ശ്രീ JR പത്മകുമാർ, കേരളീയരുടെ ആകെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന ഒരു പരാമർശം പ്രധാനമന്ത്രി നടത്തിയിട്ട് അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് ബോധ്യമായിട്ട് എന്തുകൊണ്ടാണ് ഒരു തിരുത്തൽ ഉണ്ടാകാതിരിക്കുന്നത് ഈ നിമിഷം വരെ? നമ്മളിത് പ്രധാനമന്ത്രി കേരളത്തെ അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നതിനോ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം
പറഞ്ഞ കാര്യം കേരളത്തിലെ പൊതുവായ ഒരു സംഭവം. ഈ കേരളത്തിൽ ഒരുപാട് വികസനങ്ങളൊക്കെ നടക്കുന്നു നമ്മൾ അവകാശപ്പെടുമ്പോഴും അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണെന്നിരിക്കുമ്പോഴും ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ആ സമൂഹത്തെ പിടിച്ചു നിർത്തുന്ന ഒന്നുമില്ല. ഇവിടെ കേരളത്തിൽ വികസനം നടന്നിട്ടുണ്ട്. ഈ വികസനങ്ങളിലൊന്നും ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഒരു പ്രാതിനിധ്യമില്ല. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ സമയത്ത് അതിനോട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിനെ സംബന്ധിച്ച്, ശിശു മരണനിരക്കിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കണക്ക് പറഞ്ഞതാണ്. അതിനെ സംബന്ധിച്ച് ഈ സോമാലിയോട് ഉപമിച്ചതാണ്. അതിന് വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രധാനമന്ത്രി കേവലം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ലല്ലോ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു വസ്തുതാപരമായ പിശക് വരുത്താൻ പാടില്ലാത്തതാണ്. പോകട്ടെ, ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ അങ്ങനെ വസ്തുതാപരമായ ഒരു പിശക് സംഭവിച്ചു. ഇനി അദ്ദേഹം സൂചിപ്പിക്കുന്ന ട്രൈബൽ മേഖലയിൽ ST വിഭാഗങ്ങൾക്കിടയിൽ കേരളത്തിന്റെ ശിശുമരണ നിരക്ക് 1057 മധ്യപ്രദേശ് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് അത് 1110 എന്ന് നമുക്കറിയാം. ഈ സൂചിപ്പിച്ച സോമാലിയയിലെ 66 അല്ലല്ല 66 ട്രൈബൽ മേഖലയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആകെ 66 സമ്മതിക്കുന്നു. ട്രൈബൽ അതുണ്ട് എന്നുള്ള കാര്യം അല്ലല്ല, ST കുട്ടികളുടെ കാര്യമാണ്, ST കുട്ടികളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. മധ്യപ്രദേശിലെ ആകെ ശിശുമരണ നിരക്കിന്റെ കാര്യമാണ് താങ്കൾ 66 എന്ന് പറയുന്നത്. ഞാൻ ST വിഭാഗത്തിൽപ്പെട്ട ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇനി സോമാലിയയുടെ IMR എടുത്താൽ അത് 1137. അപ്പോൾ ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടല്ലോ ശ്രീ JR പത്മകുമാർ. എന്തുകൊണ്ട് തിരുത്തുന്നില്ല എന്നുള്ളതാണ് എന്റെ ആശങ്ക. അല്ല, വസ്തുത അല്ലല്ലോ. നമ്മളിത് അങ്ങനെയല്ല. ഇതിനെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഉയർത്തിയ ആ വിഷയത്തിൻ്റെ ഈ മേഖലയിൽ പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഇടയിൽ നിൽക്കുന്ന അസമത്വങ്ങളും അവരുടെ വികസനമില്ലായ്മയും അവരെ ഒഴിവാക്കുന്നത് അത് ചർച്ച ചെയ്യണം. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയമെന്ന് പറഞ്ഞാൽ മുഴുവൻ വീട്ടിലും ഭ്രാന്തന്മാരുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഭ്രാന്താലയം എന്നുള്ള നിലയിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചില കോണുകളിൽ നടക്കുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് ഇതിലെടുക്കാൻ കഴിയാത്ത നിങ്ങൾ ഈ വാക്കുകളിൽ മാത്രം പിടിക്കുന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ 2013 ജൂൺ മാസം 4-ാം തീയതിയിലെ മാതൃഭൂമി പത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതിൽ ശ്രീമാൻ അച്യുതാനന്ദൻ, അന്ന് അദ്ദേഹം ആരാണ്, പ്രതിപക്ഷ നേതാവാണല്ലോ, അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താ? UDF സർക്കാർ അട്ടപ്പാടിയെ സോമാലിയയ്ക്ക് തുല്യമാക്കാൻ ആക്കുന്നു എന്ന് ശ്രീമാൻ അച്യുതാനന്ദൻ ജൂൺ മാസം 4-ാം തീയതി 2013 പറഞ്ഞ കാര്യം അന്നത്തെ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ആവേശമൊന്നും ആർക്കും വന്നില്ലല്ലോ. പത്മകുമാർ, പ്രശ്നം എന്താണ്? കേരളം രാജ്യത്തിനാകെ മാതൃകയായി നേടിയിട്ടുള്ള മനുഷ്യവിഭവ സൂചികയിലെ വലിയ മുന്നേറ്റമുണ്ട്. ഒരു നേതാവ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ അത് തമസ്കരിച്ചുകൊണ്ട് ഇവിടെ വന്ന് സംസാരിക്കുമ്പോഴാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളമാണ് 1-ാം സ്ഥാനത്ത്, സാക്ഷരതയിൽ കേരളമാണ് 1-ാം സ്ഥാനത്ത്, ശരാശരി ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ കേരളമാണ് 1-ാം സ്ഥാനത്ത്, സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ കാര്യത്തിൽ കേരളമാണ് 1-ാം സ്ഥാനത്ത്, ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിലാണ്, ഹെൽത്ത് കെയറിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ 1-ാം നമ്പർ സംസ്ഥാനം കേരളമാണ്, ഏറ്റവും അധികം ജനങ്ങൾക്ക് ടോയ്ലറ്റ് ഉള്ളത് കേരളത്തിലാണ്, ക്ലെൻലിനെസിന്റെ കാര്യത്തിൽ, ശുചിത്വത്തിന്റെ കാര്യത്തിൽ കേരളമാണ് 1-ാം സ്ഥാനത്ത്, ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ കേരളമാണ് 2-ാം സ്ഥാനത്ത്, ഇലക്ട്രിഫിക്കേഷന്റെ കാര്യത്തിൽ കേരളം 5-ാം സ്ഥാനത്തുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് വന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതാ 2 മുന്നണികൾ ഭരിച്ച് നിങ്ങളെ അധോഗതിയിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വസ്തുതകളുടെ പിൻബലം വേണ്ടേ? അതിനെ വിലയിരുത്താനുള്ളത് അല്ലല്ല അങ്ങനെയല്ല വിലയിരുത്താനുള്ളത്. നിങ്ങൾ ആലോചിച്ചോ, കഴിഞ്ഞ 5 വർഷം, 60 വർഷത്തെ ഭരണം പോട്ട്, കഴിഞ്ഞ 5 വർഷത്തെ UDFന്റെ ഭരണം കൊണ്ട് എന്ത് അഭിമാനമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെടാതെ ഉള്ളത്? ഒന്ന് പറയട്ടെ. ആത്മാഭിമാനമറ്റ് കേരളത്തിലെ ഭരണത്തെ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മലയാളിക്ക് അഭിമാനമായിട്ട് ഇറങ്ങി കിടക്കാൻ കഴിയും? അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ, ആർക്കും വിഷമമില്ലല്ലോ. നരേന്ദ്രമോദി പറഞ്ഞ കാര്യം ഇവിടെ പ്രശ്നം, ഈ നിങ്ങൾ പറയുന്ന ഒരു താരതമ്യം ചെയ്തതോടൊപ്പം തന്നെ നമ്മൾ വിലയിരുത്താനുള്ളത്, ഗുജറാത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡെക്സിൽ നിന്ന് താഴോട്ട് പോയിട്ടുണ്ടോ? അതോ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഗ്രാഫ് മുകളിലോട്ട് പോയിട്ടുണ്ടോ? കേരളത്തിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചോ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ കേരളത്തിലെ സാമ്പത്തിക ഈ പറഞ്ഞ ഈ സോഷ്യൽ ഇൻഡെക്സ് എവിടെ നിൽക്കുന്നു, ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇതിൽ മോദി, ശ്രീ JR പത്മകുമാർ, മോദി 13 വർഷം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. വികസന പ്രക്രിയയിൽ നിന്ന് നരേന്ദ്രമോദി 13 വർഷം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൂചകങ്ങളിൽ മനുഷ്യവിഭവ സൂചികയിൽ ഗുജറാത്തിന്റെ സ്ഥാനം 12, സാക്ഷരതയിൽ ഗുജറാത്തിന്റെ സ്ഥാനം 18, ആവറേജ് ലൈഫ് സ്പാൻ ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ഗുജറാത്തിന്റെ സ്ഥാനം 9. നേരത്തെ എത്രയായിരുന്നു? അല്ല,
സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ കാര്യത്തിൽ ഗുജറാത്തിന്റെ സ്ഥാനം 25, ശിശു മരണ നിരക്കിന്റെ കാര്യത്തിൽ ഗുജറാത്തിന്റെ സ്ഥാനം 21, ആരോഗ്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ഗുജറാത്തിന്റെ സ്ഥാനം 20. ഇന്ത്യയിൽ ആകെ 28 സംസ്ഥാനങ്ങളെ ഉള്ളല്ലോ. നരേന്ദ്രമോദി 13 വർഷം ഭരിച്ച ഇന്ത്യയിലെ ഏറ്റവും അധികം വ്യവസായവൽകൃതമായ, ഒരുപക്ഷെ വേണമെങ്കിൽ സമ്പന്നം എന്ന് വിളിക്കാവുന്ന സംസ്ഥാനത്തിന്റെ മനുഷ്യ വിഭവ സൂചികയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അല്ല, നിങ്ങൾ ഈ മനുഷ്യ വിഭവ സൂചിക എടുക്കുമ്പോൾ മനുഷ്യ വിഭവത്തിൽ ഏറ്റവും നിങ്ങൾ പറഞ്ഞ ഈ ഇൻഡെക്സിൽ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഏറ്റവും വലിയ 1ാം സ്ഥാനം നിൽക്കുന്നത് നോർവേ ആണ്. നമുക്ക് സമ്മതിക്കാം. അമേരിക്ക 7, 8, 9 സ്ഥാനത്തുമാണ്. സിംഗപ്പൂർ അതിനും താഴെയാണ്. അതേപോലെ ഫ്രാൻസ് UK അതിനൊക്കെ താഴെയാണ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്നും വികസനവും ഇല്ല. ആളുകളൊക്കെ മോശപ്പെട്ട കാലം നോർവേ ആണ്. എല്ലാവരും നോർവേയിൽ പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അങ്ങനെ കണക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ 15 വർഷമായി അഗ്രികൾച്ചർ വളർച്ചയിൽ സ്റ്റഡിയായി ഗ്രോത്ത് ഉള്ളൊരു സംസ്ഥാനം ഏത്? ഗുജറാത്താണ്. വ്യാവസായിക അതെന്ത് ചൈനയോടൊപ്പം പിടിച്ചു നിൽക്കുന്നു, ബീറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള, ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. നിങ്ങൾ പറയുക രോഗാതുരത, മോർബിഡിറ്റിയുടെ റേറ്റ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. നിങ്ങൾ ആലോചിച്ചു 24%. ഒരു വലിയ പങ്കുണ്ട്. തുടരുക ശ്രീ ജെ ആർ പത്മകുമാർ. അതുകൊണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ നേരത്തെ ശ്രീ ജെ ആർ പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ 2013 ജൂൺ 4 തീയതി 2013 ജൂൺ 4 തീയതി VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ 2 കൊല്ലത്തെ ഭരണം അട്ടപ്പാടിയെ സോമാലിയയാക്കി മാറ്റി എന്ന്. അപ്പോൾ സോമാലിയ എന്നുള്ള ആ പദപ്രയോഗത്തെ അങ്ങേയറ്റം പിന്നാക്കാവസ്ഥയിലാക്കി എന്ന് മാത്രം നമ്മൾ എടുത്താൽ മതി. ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞ കാര്യം, അതിനോടുള്ള കേരളീയരുടെ പ്രതികരണം ശരിയാണ്. 1012 എന്ന രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ ST വിഭാഗത്തെ എടുത്താൽ, ആദിവാസി വിഭാഗങ്ങളെ എടുത്താൽ, ഷെഡ്യൂൾഡ് ട്രൈബിനെ എടുത്താൽ, ആൺകുട്ടികളുടെ കാര്യത്തിൽ അത് 1057, പെൺകുട്ടികളുടെ കാര്യത്തിൽ അത് 1064. അതായത് ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ഒപ്പമാണ് ഈ ഗിരിവർഗ വിഭാഗങ്ങളെ എടുത്താൽ കേരളത്തിൻ്റെയും അവസ്ഥ. അവിടെ പിന്നോക്കാവസ്ഥ ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അതാർക്കും ചൂണ്ടിക്കാണിക്കാൻ പാടില്ലേ? അല്ല, തീർച്ചയായും കേരളത്തിലെ എല്ലാ പിന്നോക്കാവസ്ഥയും മാറ്റി എന്നല്ലല്ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തെത്തിയ കേരള മോഡലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്, കേരളത്തിൽ ഇപ്പോഴും തുടച്ചു നീക്കേണ്ട കാഴ്ചകളുണ്ട്. ശരി തന്നെയാണ് ശ്രീ അഭിലാഷ്. പക്ഷേ ഇവിടെ പ്രശ്നം തുടർച്ചയായി കേരളത്തെ അപമാനിക്കുന്നു. ആദ്യമായിട്ടല്ലല്ലോ, സൊമാലിയ പരാമർശം മാത്രമല്ലല്ലോ, അവരുടെ മുഖപത്രത്തിലല്ലേ ഈ കേരളത്തെ വളരെ ദുഷിച്ചെഴുതിയത്, വളരെ മോശപ്പെടുത്തി എഴുതിയത്, ഇതിനേക്കാൾ അപഹസിച്ചെഴുതിയത്. അവരുടെ മുദ്രാവാക്യം തന്നെ എന്താ? വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ വേണ്ടി ഇവർ വരുന്നു എന്നാണ്. എന്താണ് വഴിമുട്ടിയത്? ലോകത്തെ ഒരു പഠിതാക്കളും പറയില്ല, ലോകത്തിലെ ഒരാളും പറയില്ല. ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ ഈ കേരളത്തിൽ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ പരാമർശിക്കുന്നതിന് വേണ്ടി VS അന്ന് പറഞ്ഞതിനെ താരതമ്യം ചെയ്യുകയാണ്. സൊമാലിയ എന്ന് പറയുന്നത് ഒരു തെറിവാക്കൊന്നുമല്ല, സൊമാലിയ എന്ന് പറയാം, പക്ഷെ പറയുന്നത് വസ്തുതയായിരിക്കണം. ഇവിടെ നരേന്ദ്രമോദി പറയാൻ ശ്രമിച്ചത് ഇതുപോലൊരു കാഴ്ച പിന്നെ സൊമാലിയയിലേ കാണാനാകൂ എന്നാണ്. അതെങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുക? ഇതിനേക്കാൾ എത്രയോ വലിയ കാഴ്ചകൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ ഇതുപോലൊരു കാഴ്ച കാണാനിടയായാൽ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 12ാം സ്ഥാനം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗുജറാത്തിൽ ഇതിനേക്കാൾ 10 മടങ്ങ് കാഴ്ചകൾ കാണാനാകും എന്നതല്ലേ യാഥാർത്ഥ്യം? നിങ്ങൾ നോക്കൂ അഭിലാഷ്, കേരളത്തിൽ നമ്മൾ ഇത്രയും എന്ന് ലോകം അംഗീകരിക്കും. നരേന്ദ്രമോദി കേരളത്തെ ആകെ എടുത്ത് കേരളത്തിന് ഈ പിന്നാക്കാവസ്ഥ ഉണ്ട് എന്നല്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അദ്ദേഹം കൃത്യമായി സൂചിപ്പിച്ചത് പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിലെ പിന്നാക്കാവസ്ഥയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ നോക്കൂ, നമ്മൾ കേരളത്തിലെ 94% കുടുംബങ്ങൾക്കും സ്വന്തമായി ടോയ്ലറ്റ് ഉണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയും. പക്ഷേ ഈ വിഭാഗത്തിന്, പട്ടികവർഗ വിഭാഗത്തിൽ 49%ക്കും ഈ ടോയ്ലറ്റ് ഇല്ല. 49,406 പട്ടികവർഗ കുടുംബങ്ങൾ ഈ സംസ്ഥാനത്ത് ടോയ്ലറ്റ് ഇല്ലാതെ കഴിയുന്നുണ്ട്. 2011 കണക്കനുസരിച്ച് 59% വീടുകളിൽ വൈദ്യുതി കണക്ഷൻ ഇല്ല. ആകെ ഗ്യാസ് കണക്ഷൻ ഉള്ളത് 3157 ഭവനങ്ങളിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ പൊതുസ്ഥിതിയുമായി ചേർന്ന് പോകുന്നതല്ല ST വിഭാഗക്കാരുടെ ജീവിതം എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്, കേരളത്തിൻ്റെ പൊതുസ്ഥിതിയെ അല്ല. തീർച്ചയായും അത് പൊതുസ്ഥിതിയാണ് ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം കേരളത്തിൽ തന്നെയാണ് അവഹേളിച്ചത്. പക്ഷേ ശ്രീ അഭിലാഷിന്റെ ചോദ്യം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടി ഞാൻ എടുക്കുകയാണ്.
എങ്ങനെയാണ് കേരളത്തിൽ ശരി തന്നെയാണ് ഈ അസന്തുലിതാവസ്ഥ എങ്ങനെയുണ്ടായി എന്നത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾ നോക്കൂ അഭിലാഷി, കേരളത്തിൽ പടിപടിയായി നമ്മൾ മുന്നേറി വരികയായിരുന്നു. എല്ലാവർക്കും ഭൂമി ലഭിക്കുന്നുള്ള ഇടപെടൽ 57 ഗവൺമെന്റ് നടത്തി. അന്ന് കുടിയൊഴിപ്പിക്കൽ നിരോധനം കൊണ്ടുവന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു. പടിപടിയായി വന്ന ഈ സാമൂഹിക വികസനം, നേരത്തെ താങ്കൾ തന്നെ ശ്രീ പത്മകുമാറിനോട് എണ്ണി പറഞ്ഞ മുന്നേറ്റങ്ങളെല്ലാം നമ്മൾ കൈവരിച്ചത് അങ്ങനെയാണ്. പക്ഷെ 90-കൾക്ക് ശേഷം ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. നമ്മൾ ഇന്ത്യ ഒന്നാകെ പുറകോട്ട് പോയി. ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നു. ആ വെൽത്ത് റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അസമത്വമുള്ള രാജ്യം ഇന്ത്യയാണ്. അത് ഇന്ത്യ എല്ലായിടത്തും ബാധകമാണ്. നിങ്ങൾ ഈ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ അവരുടെ കാടുകളിൽ നിന്ന് മാറ്റിയകറ്റപ്പെട്ടു. അവരുടെ പരമ്പരാഗത തൊഴിൽ മേഖല അവർക്ക് നഷ്ടമായി. അവരുടെ സാംസ്കാരിക സ്വത്വം പോലും അവർക്ക് നഷ്ടമായി. ഇങ്ങനെ എല്ലാ മേഖലയിലും വന്ന സാമ്പത്തികമായ വിതരണത്തിലെ ഈ അസമത്വം അത് രാജ്യത്തെയാകെ വിഴുങ്ങിയൊരു കാര്യമാണ്. അവിടെ നാണ്യവിളകളുടെ വിലയില്ലാതായി, അവർ ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിൽ മേഖലകൾ നഷ്ടമായി. ഇങ്ങനെ വരുമ്പോഴാണ് പോവർട്ടി വർദ്ധിച്ചത്. നമ്മൾ കേരളത്തിന്റെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ മനുഷ്യ വിഭവ സൂചികയിലെ ഈ മുന്നേറ്റം അഭിമാനകരമായി ചൂണ്ടിക്കാണിക്കും. അപ്പോഴും പട്ടികജാതി വിഭാഗങ്ങളുടെയും പട്ടികവർഗ വിഭാഗങ്ങളുടെയും പിന്നാക്കാവസ്ഥ അതിൻ്റെ നേർചിത്രത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ നേരത്തെ ഉദ്ധരിച്ച കണക്കുകൾ കേരളത്തിൻ്റെ പൊതു വളർച്ചയുമായി യോജിച്ചു പോകുന്നതല്ല പട്ടികജാതി വിഭാഗങ്ങളുടേതായാലും പട്ടികവർഗ വിഭാഗങ്ങളുടേതായാലും വളർച്ച. അതുകൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നതിൽ തെറ്റുണ്ടോ? കേരളത്തിൽ നമ്മുടെ വികസന രംഗത്ത് അസന്തുലിതാവസ്ഥയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ കാര്യത്തിൽ നരേന്ദ്രമോദി അല്ല ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് വസ്തുതയാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് അല്ലല്ലോ നരേന്ദ്രമോദി പറഞ്ഞത്. നരേന്ദ്രമോദി കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ കേരളത്തിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടായിട്ടുണ്ടായിരിക്കുന്ന സാമൂഹിക രംഗത്തുണ്ടായ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് കേരളത്തിലെ ഇടതു വലത് ഗവൺമെന്റുകൾ മാത്രം ഉണ്ടാക്കിയതല്ല. ഒരു പക്ഷേ നാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയൊക്കെ പ്രസ്ഥാന കാലം മുതലേ കേരളത്തിന്റെ സാമൂഹിക രംഗത്തുണ്ടായ നേട്ടങ്ങളുടെ ഒരു പരമ്പരയുണ്ട്. ആ പരമ്പര സ്വാഭാവികമായിട്ടും മലയാളി സമൂഹത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളെ വ്യത്യസ്തമാക്കി കേരളത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഈ വസ്തുതകളെ അംഗീകരിക്കാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് മോദിയുടെ പ്രസംഗത്തിലുള്ളത്. അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ ഒരു മുരടിപ്പ് സംഭവിച്ചിരിക്കുന്നു. ഈ സോമാലിയ സംഭവം മാത്രമല്ല, പൊതുവിലുള്ള ആ പ്രസംഗത്തിൽ തന്നെ കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും തൃണവൽഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം. അത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ വലിയ തരത്തിലുള്ള ഭൂപരിഷ്കരണം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ വേറെ എവിടെയാ ഭൂപരിഷ്കരണം ഉണ്ടായത്? ഏറ്റവും വലിയ ഒരു ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള ശാക്തീകരണം വന്നിട്ടുണ്ട്. പക്ഷേ ദളിത്, ട്രൈബൽ തുടങ്ങിയ ജനവിഭാഗങ്ങൾക്ക് അതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടില്ല. ആ ആനുകൂല്യങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് പരിശോധിച്ചിട്ട് അത് തിരുത്താനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മോദി പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് മോദിയുടെ പ്രഭാഷണത്തിന്റെ പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത് കേരളത്തിനുണ്ടായിരിക്കുന്ന വികസന നേട്ടങ്ങളെ അദ്ദേഹം അവഗണിക്കുക, അതിനെ പൂർണ്ണമായിട്ടും എന്താ പറയാ റിജക്ട് ചെയ്യുകയാണ്. ഇതാണ് ഇതിനകത്തുള്ള പ്രശ്നം. അല്ലാണ്ട് കേരളത്തിൽ സാമൂഹിക രംഗത്ത് വികസനത്തിന്റെ കാര്യത്തിൽ അസന്തുലിതാവസ്ഥ ഇല്ല എന്ന കാര്യമൊന്നും ആരും ഡിനൈ ചെയ്യുന്നില്ല. അങ്ങനെയുണ്ട്. പക്ഷെ അത് തിരുത്താനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടില്ലാതെയാണ് മോഡി പ്രസംഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര ശക്തിയായിട്ടുള്ള എതിർപ്പ് കേരളത്തിന്റെ വിവിധ സാമൂഹിക വിഭാഗങ്ങളിൽ നിന്ന് മോഡിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹം തിരുത്തേണ്ടതായിരുന്നു. ശരി, ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ്, 5.58 ലക്ഷം പട്ടികജാതി കുടുംബങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഇടതും വലതും 57 മുതൽ മാറി മാറി ഭരിക്കുകയായിരുന്നുവല്ലോ. പക്ഷേ കേരളത്തിൻ്റെ പൊതുമുന്നേറ്റത്തിനൊപ്പം എത്താൻ ഇപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല. കണക്കുകൾ ഒരല്പം പേടിപ്പിക്കുന്നതാണ്. 41,392 കുടുംബങ്ങൾക്ക് ഭൂമിയോ വീടോ ഇല്ല. 78,590 വീടുകൾ ഒറ്റമുറി മാത്രമാണ്. 68,685 ദളിത് വീടുകളിൽ കക്കൂസില്ല. 46% വീടുകളിലെ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നുള്ളൂ. 16% വീടുകൾ ഇനിയും വൈദ്യുതീകരിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ സോമാലിയെക്കുറിച്ചുള്ള കാര്യമല്ല, കേരളത്തെക്കുറിച്ചുള്ള കാര്യമാണ്. കേരളത്തിൽ അസന്തുലിതാവസ്ഥ ഉണ്ട് എന്ന് ആരോപിക്കുമ്പോൾ എന്തിനാണ് വലിയ തോതിൽ വികാരം കൊള്ളുന്നത്? കേരളത്തിൽ അസന്തുലിതാവസ്ഥയുണ്ട് എന്ന് ആരോപിക്കുന്നതിനല്ല നമ്മൾ വികാരം കൊള്ളുന്നത്. കേരളത്തിൽ വന്നുകൊണ്ട് ഒരു പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിന് നിരക്കാത്ത തരത്തിൽ, യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത തരത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും കാടടച്ച് വെടക്കാക്കി തനിക്കാക്കാനുള്ള ഹീനശ്രമം നരേന്ദ്രമോദിയിൽ നിന്നും ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ പട്ടികജാതി വിഭാഗങ്ങൾക്ക്
കുടിവെള്ളം ഇല്ലാത്തതിനെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു. അതുപോലെ തന്നെ അവർക്ക് കക്കൂസ് സൗകര്യമില്ല എന്ന് പ്രതിപാദിച്ചു. ഞാൻ വിനീതമായി പറയട്ടെ, ഈ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വ്യാപകമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ പട്ടികജാതി പട്ടികവർഗ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ കേരളത്തിലുണ്ട്. സാങ്കേതികമായിട്ടുള്ളതോ അവർ സമീപിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലോ ഉള്ള കണക്കുകൾ അടക്കം വരുമ്പോഴാണ് ഈ പോരായ്മ നമുക്ക് കാണുവാനും ദർശിക്കുവാനും കഴിയുന്നത്. ഇവിടെ പട്ടികജാതി വർഗ ക്ഷേമത്തിന് വേണ്ടി അവർക്ക് പാർപ്പിടം വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലം നൽകുന്നു, അതുപോലെ വീട് വെക്കാൻ പണം നൽകുന്നു, വീട് അറ്റകുറ്റപ്പണിക്ക് പണം നൽകുന്നു, വീടിന്റെ പരിസരം ഉയർത്തുന്നതിനും ശുചിയാക്കുന്നതിനും പണം നൽകുന്നു. അവർക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ആനുകൂല്യമായി കക്കൂസ് എന്നുള്ളത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ ഇവിടെ നൽകുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പട്ടികജാതി വർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടും 68,695 വീടുകളിൽ പട്ടികജാതി ഭവനങ്ങളിൽ കക്കൂസില്ല. പട്ടികവർഗ ഭവനങ്ങളെ എടുത്താൽ 49,406 കുടുംബങ്ങൾക്കും കക്കൂസില്ല. ഇതാണ് മാറി മാറി വന്ന ഭരണം ഈ രീതിയിൽ അക്ഷീണം പ്രയത്നിച്ചിട്ടും ഇവിടെ ഉണ്ടാക്കിയ റിസൾട്ട്. ശരിയാണ്, കുറേയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്, ഇല്ല എന്നല്ല, പൂർണ്ണമായും തമസ്കരിക്കുകയല്ല. പക്ഷേ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അക്കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അവരെ ചീത്ത പറഞ്ഞോടിക്കേണ്ടതില്ല. ഞങ്ങളുടെ ഇവിടെ തേനും പാലും ഒഴുകുകയാണ്, ഇവിടെ ഇനി ഒരു മാറ്റവും വരേണ്ടതില്ല, ഇതൊരു സ്വർഗമാണ് എന്നൊന്നും പ്രഖ്യാപിക്കാറായിട്ടില്ല. ഒട്ടേറെ ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അപ്പോഴും ശ്രീ JR പത്മകുമാർ, നേരത്തെ ശ്രീ NP ചെക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം മുന്നോട്ട് വെച്ച ഒരു മാതൃകയുണ്ട്, ഒരു വികസന മാതൃകയുണ്ട്. രാജ്യത്തിനാകെ, ഒരു പക്ഷേ ലോക രാജ്യങ്ങൾക്കാകെ മാതൃകയായിട്ടുള്ള ഒരു വികസന സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തെ തന്നെ നിരാകരിക്കുന്ന ഒന്നായിപ്പോയി നരേന്ദ്രമോദിയുടെ പ്രസംഗം. അതിനെ അവജ്ഞയോടെ കാണുന്ന ഒന്നായിപ്പോയി നരേന്ദ്രമോദിയുടെ പ്രസംഗം. ആ അർത്ഥത്തിലാണത് കേരളീയരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, താങ്കൾ തുടരുക. ശ്രീ JR പത്മകുമാർ, താങ്കളുടെ അവസരം. അല്ല, അതിൽ നമ്മൾ അങ്ങനെ എടുക്കേണ്ട കാര്യമല്ലല്ലോ. ഇതിൽ ഈ കോൺഗ്രസ് UDFും LDFും കൂടി ചേർന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഒരു വികസന മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേരള മോഡൽ എന്ന് പറഞ്ഞൊരു ഓമന പേരിൽ. അതിൻ്റെ പൊള്ളത്തരം ആണ് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഒരു ഭാഗത്തിൽ പട്ടികജാതി പട്ടികവർഗ, പ്രത്യേകിച്ച് പട്ടികവർഗ മേഖലകളിൽ ഈ വികസനം എത്തിയിട്ടില്ല എന്ന് തുറന്നു കാണിച്ചത്. അതിൽ ഇവർ രണ്ടുപേരും ബേജാറായിട്ടുണ്ട്. കേരളത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നുണ്ട്. ഒരു കേരളത്തിലെ ഒരു മന്ത്രിയുടെ വീട്ടിൽ സ്വന്തം വേറൊരാളുടെ ഭാര്യയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് കയറി മന്ത്രിയെ തല്ലിയിട്ട് അതൊരു അഭിമാന പ്രശ്നമല്ല. ഭാര്യ മന്ത്രിയെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് TV-യുടെ മുമ്പ് വന്നപ്പോൾ അത് അപമാന പ്രശ്നമല്ല. ഞാൻ നേരത്തെ ചോദിച്ചൊരു പ്രശ്നമാണ്, ഈ കഴിഞ്ഞ 5 വർഷത്തിൽ മലയാളിക്ക് അപമാനിക്കാനല്ലാതെ വേറെ എന്ത് സംഭാവനയാണ് ഇത് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഭരണം നടത്തി വന്ന സമയത്ത് ഈ പട്ടികജാതി പട്ടികവർഗ, പ്രത്യേകിച്ച് പട്ടികവർഗക്കാരെ തിരസ്കരിച്ചു. ഞാൻ വികസനം നടന്നില്ല എന്ന് മോഡിയും പറഞ്ഞിട്ടില്ല, ഞാനും പറയുന്നില്ല, മോഡി BJP പറയുന്നില്ല. ഇവിടെ വ്യാവസായിക വളർച്ച ഉണ്ടായിട്ടുണ്ട്, കാർഷിക വളർച്ച ഉണ്ടായിട്ടുണ്ട്, TV ദൃശ്യമാധ്യമങ്ങൾ വളർന്നിട്ടുണ്ട്, എഡ്യൂക്കേഷനിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്, ഹെൽത്തിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ വളരുമ്പോഴും പട്ടികവർഗക്കാർ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. 1.5 ലക്ഷം എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ഉള്ളതിൽ 380 താഴെയാണ് പട്ടികവർഗക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ ഡോക്ടർമാർ എത്രയുണ്ട്? നിങ്ങളെ മാധ്യമരൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുക. എത്ര ഈ പട്ടികവർഗത്തിൽ നിന്ന് എത്ര ആളുകൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഈ അസന്തുലിതാവസ്ഥ ഇതുണ്ട്. ഈ വളർച്ച വേറെ കുറേ സംഘടിതമായ കുറേ ആളുകളുടെ മേഖലയിൽ മാത്രമേ വളർച്ചയുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്രയും ബേജാറാവണം എന്തിനാ? കണക്ക് താങ്കൾ സൂചിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാത്തത്. ഓരോ ഭൂരഹിതരായിട്ടുള്ള പട്ടികവർഗ കുടുംബങ്ങൾ എത്രയാണ്? ഇവിടെ ഭൂപരിഷ്കരണ നിയമം പാസ്സായ സംസ്ഥാനമാണ്. ഇന്ന് എത്ര ലക്ഷം ആളുകൾക്കാണ് വീടില്ലാത്തത്, കുടിവെള്ളമില്ലാത്തത്, താമസിക്കാൻ സൗകര്യമില്ലാത്തത്, അസന്തുലിതാവസ്ഥയുണ്ട്, അസമത്വമുണ്ട്, അത് സമ്മതിച്ച് കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ അത് കേരളത്തിൽ BJP ഭരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ എന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ല. കാരണം നമ്മൾ കേരളത്തിന്റെ പുറത്തേക്ക് പോയാൽ BJP 15 വർഷത്തിലധികമായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൊതുവിഭാഗത്തിലുമില്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുമില്ല ഇത്രയും മുന്നേറ്റം. അവിടങ്ങളിലൊക്കെ ദളിതരുടെ അവസ്ഥ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ഭീകരമാണ് എന്നിരിക്കെ മനുഷ്യവിഭവ സൂചികയിൽ ഒരു മുന്നോട്ട് പോക്കും നടത്താത്ത ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വന്ന്
ഇവിടെ കുറ്റം പറയുമ്പോഴാണ് പ്രശ്നം. നമുക്ക് ഇവിടെ ധാരാളം പ്രശ്നങ്ങളുണ്ട്, അതിനെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോവുകയും വേണം. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ നിങ്ങൾക്ക് കേരള മോഡലുമായി താരതമ്യം ചെയ്യാൻ മറ്റൊരു മോഡൽ എവിടെ ഇന്ത്യയിൽ? അത് പറയൂ. നിങ്ങൾ ഒരു മാതൃക മുന്നോട്ട് വെച്ച് ഗുജറാത്തോ രാജസ്ഥാനോ മധ്യപ്രദേശോ മഹാരാഷ്ട്രയോ സംസ്ഥാനത്തെ മാതൃകയാക്കി ഇതുപോലെ വേണമെന്ന് പറയൂ. എന്ന് പറയൂ. ഗുജറാത്ത് തന്നെ പറഞ്ഞുതരാം. ഗുജറാത്ത് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒരിടത്തും പോണ്ട. കഴിഞ്ഞ 15 വർഷക്കാലമായി കാർഷിക മേഖലയിൽ ഗ്രോത്ത് സ്റ്റഡി ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. കേരളത്തിൽ അതുണ്ടോ? ഇന്ത്യയിൽ ഏറ്റവും വ്യാവസായികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. കേരളത്തിൽ ഇവിടെ ഉണ്ടോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ ഉണ്ടോ? ഒന്നുമില്ല. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭൂഗർഭ ജലത്തിന്റെ കാര്യം എടുത്തു പരിശോധിച്ച് നോക്ക്. കേരളത്തിലെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴുമ്പോൾ അവിടെ 6 ലക്ഷം തടയണകൾ നിർമ്മിച്ച് 1.5 മീറ്റർ നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലാണ്. അവിടെ 24 മണിക്കൂറും വിദ്യുത് ശക്തി മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്, കുടിവെള്ളം മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ലോകത്താദ്യമായി ഫോറൻസിക്കിന് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ഇസ്രായേൽ പോലും ഉണ്ടാക്കിയിട്ടില്ല, അത് അവിടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യക്ക് മാതൃക ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ മഹാത്മാ കൺവെൻഷൻ സെന്റർ 162 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത്. കുട്ടികളുടെ എണ്ണം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം 1.5 ലക്ഷമാണ് ഗുജറാത്തിൽ. കുപോഷൺ മുക്ത് ഗുജറാത്ത് മഹാ അഭിയാൻ എന്ന് പറയുന്ന നിങ്ങളുടെ സർക്കാരിന്റെ തന്നെ പദ്ധതി ലഭ്യമായ കണക്കുകൾ പ്രകാരം 5.13 ലക്ഷം കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പോഷകാഹാര കുറവ് നേരിടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും ഗുജറാത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും തമ്മിൽ താരതമ്യമേ അസാധ്യമാണ്. അതുകൊണ്ട് കൺവെൻഷൻ സെന്റർ പണിതു എന്നുള്ളതല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. പരമ്പരാഗതമായി വ്യവസായവൽകൃതമായ സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടുത്തെ വ്യവസായവൽക്കരണത്തിന്റെ വളർച്ച ചൂണ്ടിക്കാണിച്ചാണോ ഈ ചോദ്യങ്ങളെ നേരിടേണ്ടത്? അല്ലല്ലോ, ഞാൻ ചോദിച്ചത് അതല്ല. ഞാൻ ചോദിച്ചത് BJP അധികാരത്തിൽ വരുന്നപ്പോൾ ഈ പറഞ്ഞ ഇൻഡെക്സുകളൊക്കെ ഗുജറാത്തിൽ എത്രയായിരുന്നു? മോഡി വന്നതിന് ശേഷം ഗ്രാഫ് താഴോട്ട് പോയത് ഏതൊക്കെയാണ്? കേരളത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കേരളം സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല ശുചിത്വമുള്ള ഒരു നാടായിരുന്നു, ഏറ്റവും നല്ല കുടിവെള്ളം സൗകര്യമുള്ള നാടായിരുന്നു, ട്രാൻസ്പോർട്ട് സൗകര്യമുള്ള നാടായിരുന്നു. ജലപാത തന്നെ കേരളത്തിൽ അങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ സൗകര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം പുറകിലോട്ട് പോയി. ശരി, അതെ, കേരളം സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, മിഷണറി പ്രസ്ഥാനമൊക്കെ നൽകിയ സഹായപ്രകാരം കുറച്ചൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അത് സംശയരഹിതമാണ്. എനിക്ക് CPM നിലപാട് ശ്രീ A. റഹീം, നോക്കൂ, നമ്മൾ 100% സാക്ഷരത എന്ന് അവകാശപ്പെടുന്ന അഭിമാനിക്കുന്ന ആളുകളാണ്. 94% സാക്ഷരത നമുക്കുണ്ട്. പക്ഷേ പട്ടികവർഗ വിഭാഗത്തിൽ 28% ആളുകൾ നിരക്ഷരരാണ്. അവിടെ 10ാം ക്ലാസ് പാസ്സായവർ ആകെ ജനസംഖ്യയുടെ 10.16% മാത്രമാണ്. സ്വാഭാവികമായും അപ്പോഴെങ്ങനെ അവരിൽ നിന്ന് ഡോക്ടർമാരുണ്ടാകും? അവരിൽ നിന്ന് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ കണക്ക് നേരത്തെ ശ്രീ JR പത്മകുമാർ ഇവിടെ പറയുകയുണ്ടായി. അധ്യാപകരുണ്ടാകും. അവിടെ നിന്ന് എങ്ങനെ പ്രൊഫഷണലുകൾ ഉണ്ടാകും? അങ്ങനെ കൊടിയ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. അതിനെ നമ്മൾ പാടി പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കണം എന്നില്ലല്ലോ, മറിച്ച് ആ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കേണ്ടേ? തീർച്ചയായും താങ്കൾ ഈ പറഞ്ഞതുപോലെയുള്ള അക്കാഡമിക് ഡിസ്കഷനുകളും വിമർശനങ്ങളോടും തന്നെയാണ് കേരളം ഈ കേരള മോഡൽ പടുത്തുയർത്തിയത്. കേരള മോഡലിനെ കുറിച്ച് ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അക്കാഡമിക് ഡിസ്കഷന് വേണ്ടിയിട്ടല്ലല്ലോ ഇവർ വെച്ചത്. ഇവർ വെച്ചത് എന്താ? കേരള മോഡലിനെ ഇകഴ്ത്തുകയാണ്. അവരുടെ മുദ്രാവാക്യം തന്നെ വഴിമുട്ടിയ കേരളം എന്നാണ്. കേരള മോഡലിനെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത് ഇടതുപക്ഷത്തെ അറ്റാക്ക് ചെയ്യാനാണ്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ നേരത്തെ ശ്രീ ചെക്കുട്ടിയും ശ്രീ പത്മകുമാറും ആവർത്തിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ ഈ മുന്നേറ്റമെല്ലാം ഉണ്ടാക്കിയെടുത്ത് നവോത്ഥാന മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടെന്നാണ്. ശ്രീ ചെക്കുട്ടിയോട് അക്കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. ഈ അയ്യങ്കാളിക്ക് മുമ്പ് ജ്യോതിബ ഫുലെയുടെ പരിവർത്തന മുന്നേറ്റമുണ്ടായ മഹാരാഷ്ട്രയിൽ ഈ സാമൂഹിക മുന്നേറ്റമുണ്ടായില്ല. കേരളത്തിൽ യഥാർത്ഥത്തിൽ അപ്പുറത്ത് പെരിയർ വി രാമസ്വാമി നായ്ക്കരുടെ മുന്നേറ്റമുണ്ടായ തമിഴ്നാട്ടിൽ ഇത് കാണാനാകില്ല. കേരളത്തിൽ തുടർന്ന് വന്ന ഭരണക്രമം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ ഇടപെടൽ ഒക്കെ ആർക്കും തള്ളിക്കളയാനാകില്ല. അപ്പോൾ കേരള മോഡൽ എന്ന് വിശേഷിപ്പിച്ചത് AK സെൻട്രി എന്നല്ല, അമർത്യാസനാണ്. അമർത്യാസൻ വിവരമില്ലാത്ത ആളല്ല. അപ്പോൾ അമർത്യാസനെ പോലുള്ള ഇതിനെ സസൂക്ഷ്മമായി ലോകത്തിൻ്റെ വികസന ക്രമങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർ കേരളം ഒരു മാതൃകയാണെന്ന് വിളിച്ചു പറയുമ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ ക്രെഡിറ്റായി മാറുമ്പോൾ ഇടതുപക്ഷത്തെ അറ്റാക്ക് ചെയ്യുക എന്നതിനാണ് കേരള മോഡലിനെ ഇവർ പുലഭ്യം പറയുന്നത്. ഇവർ പറയുന്നു ദളിതർ, ആദിവാസികൾ. അദ്ദേഹം പറയല്ലേ ഒരു മുന്നേറ്റവും ഉണ്ടായില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ദളിതരും ആദിവാസികളും ഒറ്റപ്പെടുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ അഭിലാഷ്, ഈ രാജ്യത്ത് ദളിതരുടെ മേലുള്ള കടന്നാക്രമങ്ങൾ വർദ്ധിക്കുന്നു.
അവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പോലും ഈ പറയുന്ന മോദിയുടെ നാട്ടിൽ അധികാരമില്ല. അവർക്ക് കുടിവെള്ളം കുടിക്കാൻ അധികാരമില്ല. അവരെ മനുഷ്യരായി പരിഗണിക്കുന്നില്ല. തൊട്ടപ്പുറത്ത് കർണാടകയിൽ ഇവർ ഭരിച്ച സംസ്ഥാനമല്ലേ, അവർക്ക് ക്ഷേത്രത്തിൽ പോയി അവിടെ സവർണം തിന്നിട്ട് ഇട്ടിട്ട് പോയ എച്ചിലയുടെ പുറത്ത് കിടന്നുരുളണം. മടസ്നാനം നമുക്കറിയാം. എത്രയോ അനുഭവങ്ങളാണ്. 42 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവർ ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ കുട്ടികളെ ദളിതരെ ആക്രമിച്ച് അവിടെ ചൂട് വെയിലത്തിടുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ. ശരി, മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ രൂക്ഷമാണ്, സമ്മതിക്കുന്നു അക്കാര്യം. NP ചെക്കുട്ടി, കേരളത്തിലെ ദളിത് അവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ചതാണ്, അവരുടെ സാമൂഹ്യ ജീവിത നിലവാരം ഉയർന്നതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും കണക്കുകളിൽ ഈ പിന്നാക്കാവസ്ഥയുണ്ട്. ഭവനരഹിതരായ ആളുകളുടെ എണ്ണത്തിൽ, ഭൂരഹിതരായ ആളുകളുടെ എണ്ണത്തിൽ ഏറ്റവും വലിയ പോർഷൻ വരുന്നത് അവരാണ്. ഇതേപോലെ തന്നെയാണ് പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നവും. അത് സർക്കാർ ജോലികളിൽ സംവരണമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നോക്കൂ, സ്വകാര്യ മേഖലയിലടക്കം വിവിധ മേഖലകളിൽ വരുന്ന ദളിത് പ്രാതിനിധ്യം എത്ര കുറവാണ് എന്ന് നമുക്കറിയാം. വിദ്യാഭ്യാസ രംഗത്തെ പിന്നാക്കാവസ്ഥ അതേപടി തന്നെ നിലനിൽക്കുകയാണ്. ആ അർത്ഥത്തിലൊന്നും ഒരു മുന്നോട്ട് പോക്കും സാധ്യമാകാത്ത വണ്ണം കുടുങ്ങിക്കിടക്കുകയാണോ പഴയ കാലത്തിൽ? എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ദളിത് അവസ്ഥയിൽ പിന്നെ നമ്മുടെ രാജ്യത്ത്, സംസ്ഥാനത്ത് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വസ്തുതയല്ല. കാരണം ദളിത് സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാക്തീകരണ പ്രക്രിയ വിദ്യാഭ്യാസ രംഗത്താണ് നടന്നിട്ടുള്ളത്. നമ്മൾ കേരളത്തിൽ കാണേണ്ടത്, കേരളത്തിൽ 57 മുതലെങ്കിലും ഈ ദളിത് സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സംരക്ഷണത്തിനും അതിന് പ്രോത്സാഹനത്തിനും വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിച്ചിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മുടെ പറയുന്ന കോസ്മോപൊളിറ്റൻ ഹോസ്റ്റലുകൾ എന്ന് പറയുന്നു കഴിഞ്ഞാൽ ദളിത് സമൂഹത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയാണ് കേരളത്തിൽ ഒരു വലിയ ഒരു മുന്നേറ്റമുണ്ട്. വിദ്യാഭ്യാസ രംഗത്തിന് വലിയ മുന്നേറ്റമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ സർക്കാരിന്റെ തൊഴിലുകൾ വന്നു. കേരളത്തിലെ ക്ലാസ് 1 ഉദ്യോഗങ്ങളിലടക്കം, IAS ഉദ്യോഗങ്ങളിലടക്കം വലിയ റെപ്രസെന്റേഷൻ ഉണ്ട്. വലിയ റെപ്രസെന്റേഷൻ ഞാൻ പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ്. ആ നിലയിൽ ദളിത് സമൂഹത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ സംഭവിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ കാണേണ്ടത് തൊട്ട അയൽവക്കത്തുള്ള തമിഴ്നാടുമായിട്ടോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ ദളിത് അവസ്ഥ താരതമ്യേന മെച്ചമാണ്. അതിനുള്ള കാരണങ്ങളൊന്ന് വളരെ ബോധപൂർവം ദീർഘകാലമായിട്ട് സോഷ്യൽ എംപവർമെന്റ് പ്രോജക്റ്റുകൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് പക്ഷേ 57 സ്റ്റാർട്ട് ചെയ്തില്ല. റഹീമായിട്ട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, 57 സർക്കാരോട് കൂടി വന്നതല്ല ഈ കേരളത്തിന്റെ ഈ സാമൂഹിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ. അതിന് വളരെ മുമ്പേ തന്നെയാണ്. ഏറ്റവും ഉദാഹരണം, കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവരായിട്ടുള്ള ക്രൈസ്തവരുടെ മിഷണറി പ്രവർത്തനം, ഈ മിഷണറി പ്രവർത്തനം കേരളത്തിലെ ക്രൈസ്തവരെ മാത്രമല്ല, കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന മിക്കവാറും എല്ലാ സമുദായങ്ങളെയും വലിയ തോതിൽ ശാക്തീകരിച്ചിട്ടുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ സഹായിച്ചത് ഈ സ്ഥാപനങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടങ്ങളെ കണ്ടുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോദി കേരളത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ പിന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെയാണ് പ്രശ്നമുള്ളത്. അതല്ലാണ്ട് കേരളത്തിനകത്ത് പ്രശ്നങ്ങളില്ലാന്നോ, കേരളത്തിനകത്ത് തന്നെ എന്താ പറയുക സമതുലിതമായിട്ടുള്ള ഒരു വികസനമാണ് ഉള്ളത് എന്നൊന്നും പറയാൻ കഴിയില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ യോജിപ്പുള്ളപ്പോൾ പോലും മോഡി എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതു സമൂഹത്തിന്റെ നേട്ടങ്ങളെ അദ്ദേഹം വില കുറച്ച് കാണിക്കുന്നു, അതിനെ ഇടിച്ചു താഴ്ത്തി കാണിക്കുന്നു. അത് ശരിയല്ല എന്നതാണ് ഞാൻ പറയുന്നത്. ശ്രീ അനിൽ ബോസ്, ഇങ്ങനെ ഒരു പരാമർശം നടത്താനുള്ള കാരണം കൂടി നമ്മളൊന്ന് ആലോചിക്കണം. 2 ആഴ്ച മുൻപാണ് ഒരു ദളിത് പെൺകുട്ടി അടച്ചുറപ്പില്ലാത്ത പുറമ്പോക്ക് വീട്ടിൽ ആക്രമിക്കപ്പെട്ട് അതിഭീകരമായി മരണത്തിന് കീഴടങ്ങിയത്. അതിലെ പ്രതികളെ പോലും ഇതേവരെ പിടിച്ചിട്ടില്ല. ഇങ്ങനെ അരികുവൽക്കരിക്കപ്പെടുന്ന ജീവിതങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മൾ വലിയ അഭിമാനം കൊള്ളുന്ന ഈ നാട്ടിൽ ജീവിക്കുമ്പോഴും അരികുവൽക്കരിക്കപ്പെട്ടവരായി ഒരു വലിയ വിഭാഗമുണ്ട്. അവർ പാർശ്വവൽകൃതരായി തന്നെ തുടരുന്നു എന്ന ആരോപണം പുറത്തുനിന്ന് നോക്കുന്നവർക്കും ഉന്നയിക്കാൻ പറ്റിയേക്കും. എവിടെയാണ് പോരായ്മ? അതെങ്ങനെ തിരുത്തണം എന്നല്ലേ ഇവിടെ രാഷ്ട്രീയ അധികാരം കൈയാളുന്ന പാർട്ടികൾ ആലോചിക്കേണ്ടത്? തീർച്ചയായും അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് ഇത്തരം ജിഷയുടെ മരണം പോലെയുള്ള സംഭവങ്ങൾ അത്യന്തം ദുഃഖകരമായ സംഭവങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കരുതൽ നടപടികൾ സ്വീകരിക്കാനുമുള്ള ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ വിസിറ്റ് എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിനിവിടെ എത്തിച്ചേർന്നപ്പോൾ സോമാലിയ എന്ന പദം ഇവിടെ ചേർത്ത് കേരളത്തെ അപമാനിച്ചതിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം, കണ്ണൂരിലെ പേരാവൂർ പോലീസ് സ്റ്റേഷന് അരികിലുള്ള തിരുവണ്ണൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ താമസിക്കുന്ന 2 തൊഴിലാളികളുടെ മക്കൾ 3 പേര്
മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് കടന്നു കയറി ആഹാരം കഴിച്ചു എന്ന ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം സോമാലിയ വിഷയം ഇവിടെ പ്രതിപാദിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് 2015 തന്നെ പട്ടികജാതി ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലും അത് മുഖ്യമന്ത്രി വിശദീകരിച്ചതാണല്ലോ അഡ്വക്കേറ്റ് അനിൽ ബോസ്. തുടരുക താങ്കൾ. ശ്രീ എം എ ബേബി കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ എം എ ബേബി, എനിക്ക് താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കുക. താങ്കളുടെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിൽ സോമാലിയ എന്ന പദപ്രയോഗം വംശീയമായ അധിക്ഷേപമായി കാണുന്നു എന്നതിനപ്പുറത്ത് നമ്മുടെ ദലിത് മേഖലയിലെ, ഗോത്രവർഗ മേഖലയിലെ പിന്നാക്കാവസ്ഥയുടെ ഒരു സൂചകമായി എന്തുകൊണ്ടാണ് കാണാൻ സന്നദ്ധനാകാത്തത്? വി എസ് അച്യുതാനന്ദൻ തന്നെ 2013 ഇതേ പരാമർശം, സോമാലിയ പരാമർശം നടത്തുകയുണ്ടായി. കേരളത്തിൻ്റെ പൊതുവളർച്ചയ്ക്കൊപ്പം, കേരളത്തിൻ്റെ പൊതുവായ മുന്നേറ്റത്തിനൊപ്പം ഇപ്പോഴും എത്തിയിട്ടില്ല ഗോത്രവർഗ മേഖലയിലെ ജനവിഭാഗങ്ങൾ. അവർ ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളുടേത് അത്രയും ഇല്ല എങ്കിൽ പോലും പിന്നാക്കാവസ്ഥ നേരിടുന്നു എല്ലാ രംഗത്തും. അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് വലിയൊരു അപരാധമാണോ? അല്ല, കേരളത്തിൽ ആദിവാസികളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അത് UDF ഗവൺമെന്റിന്റെ കാലത്താണ് എല്ലാ പരിധികളും കടന്ന് ഇപ്പോൾ അട്ടപ്പാടിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ആദിവാസികൾ അട്ടപ്പാടിയിൽ അന്യം നിന്ന് പോകും എന്നതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അത് നമ്മൾ കേരളീയ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഇവിടെ ശ്രീ നരേന്ദ്രമോദിയെ മാത്രമല്ല ഞാൻ വിമർശിച്ചത്, മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ വിമർശിക്കുകയുണ്ടായി. അത് സോമാലിയയോട് ഇവിടെ ശ്രീ നരേന്ദ്രമോദി നടത്തിയ താരതമ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഉള്ളത് എന്താണെന്നും അത് സംസാരിക്കുമ്പോഴുള്ള ഭാവം എന്തായിരുന്നു എന്നുള്ളതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു പിന്നോക്ക ദരിദ്ര ആഫ്രിക്കൻ രാഷ്ട്രം, ആ രാഷ്ട്രത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ താരതമ്യം നടത്തിയത്. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് എന്ന നിലയിൽ ശ്രീ നരേന്ദ്രമോദിക്ക് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ കത്തിൽ ഇത്തരത്തിലുള്ള നരേന്ദ്രമോദിയുടെ വംശീയമായി ഒരു രാഷ്ട്രത്തെയും അവിടുത്തെ ജനതയെയും അവരുടെ ദാരിദ്ര്യത്തെയും പിന്നോക്കാവസ്ഥയെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ ശ്രീ നരേന്ദ്രമോദി നടത്തിയ അഭിപ്രായ പ്രകടനം അത് കേരളത്തെ അധിക്ഷേപിക്കാൻ കൂടി ഉള്ളതാണ്. പക്ഷേ സോമാലിയയും അധിക്ഷേപിക്കുകയാണ്. അക്കാര്യം ചൂണ്ടിക്കാണിക്കാൻ ശ്രീ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അവരിൽ സ്കൂളിൽ പോകാത്തവരും തോട്ടത്തിൽ കിടന്നും അന്യരുടെ പറമ്പിൽ കിടന്നും അനുവാദം കൂടാതെ ചെന്ന് കുറ്റകൃത്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണെന്നുള്ള പരാതിക്ക് ഇരയായവരുമാണ് എന്ന തരത്തിൽ ഈ ആദിവാസി കുട്ടികളെ അധിക്ഷേപിക്കുന്ന ഒരു പ്രസ്താവനയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആ പ്രയോഗം യഥാർത്ഥത്തിൽ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് ആദിവാസി വിഭാഗങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പറഞ്ഞാൽ അവർക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്യേണ്ടതാണ്. അതാണ് താങ്കളുടെ അഭിപ്രായം. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ JR പത്മകുമാർ, താങ്കൾ നേരത്തെ ഉന്നയിച്ച ഒരു പ്രശ്നത്തിനുള്ള ഒരു മറുപടി കൂടി താങ്കൾ ചോദിച്ചിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം ഗുജറാത്തിന്റെ സാമൂഹ്യ വികസന സൂചികയിൽ മുന്നേറ്റമല്ലാതെ കുറവുണ്ടായിട്ടുണ്ടോ എന്ന്. 1983 HDI ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഗുജറാത്ത് 8ാം സ്ഥാനത്തായിരുന്നു. 2011-12 അത് 10ാം സ്ഥാനമായി കുറഞ്ഞു. 2011-12 കാലയളവിൽ അത് 10 എന്ന നമ്പറിലേക്ക് കുറഞ്ഞു. ഇപ്പോൾ അത് 12ാം സ്ഥാനത്താണ് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അതായത് 0.502 നിന്ന് 0.477 ആയി കുറയുകയാണ് ചെയ്തത്. അല്ലല്ല, ഇത് UNDP കണക്കാണ്. അഭിലാഷ് ചൂണ്ടിക്കാണിച്ച 84-ലാണ്. 2002-ലാണ് മുഖ്യമന്ത്രി വരുന്നത്. 2002-ലും 2015-മാണ് താരതമ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എം എ ബേബി എടുത്തിട്ടുള്ളത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതല്ല, ഞങ്ങളല്ലല്ലോ അത് ഭരിച്ചിരുന്നത്. ഞങ്ങൾ 2002 നരേന്ദ്രമോദി ഭരണത്തിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്നത്ര ഇപ്പൊ 2016 ഏതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു നിരീക്ഷണം